ഹന്നാ ബീവിയുടെ ഇമ്രാന്റെ പൊന്നുമോള് മറിയം ചെറിയ പ്രായം മുതൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച പെണ്ണ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കൊച്ചുമ്മയുടെ ഭർത്താവ് സക്കരിയ നബി അലൈഹിസ്സലാം പള്ളിയിലെ ഇമാമായിരിക്കുമ്പോ ആ മെഹ്റാബിനകത്ത് ആ കൊച്ചുകുട്ടിയായി മദ്രസയിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ആ പ്രസംഗ പീഠത്തിൽ മിമ്പറിന്റെ ഭാഗത്ത് മനോഹരമായ സുഭിക്ഷമായ ഫലവർഗ്ഗങ്ങൾ കണ്ടപ്പോ അന്നാലകി ഹാദാ ഇതെവിടെന്ന് കിട്ടി മോളെ എന്ന് ചോദിച്ച കൊച്ചാപ്പയോട് സക്കരിയ നബിയോട് മറിയം ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത് ഹാദാ ഹുവ മിൻ ഇൻദില്ലാഹ്, ഇതെനിക്ക് എന്റെ റബ്ബ് തന്നതാ. സീസണും അൺസീസണുമുള്ള ഫ്രൂട്ട്സുകൾ നമ്മുടെ മുമ്പിലില്ലേ? ആ സമയത്ത് ആ കാലത്ത് ആ നാട്ടിൽ കിട്ടാത്ത ഫലവർഗ്ഗങ്ങൾ അല്ലാഹു അത്ഭുതകരമായി ആകാശത്തിന്റെ കീറുകൾ ആകാശത്തിന്റെ മറകൾ കീറി അല്ലാഹു തആല ഇറക്കി കൊടുത്ത ചെറിയ പ്രായത്തിൽ തന്നെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച പെണ്ണാണല്ലോ മറിയം ബീവി റളിയല്ലാഹു അൻഹ. ആ മറിയം ബീവി പഴച്ചെന്ന് പറയാൻ പറ്റോ? ഇന്ന് ജൂതന്മാര് പറയുന്നുണ്ട് മറിയം ബീവി വ്യഭിചാരിണിയായിരുന്നുവെന്ന്. ഇന്ന് ജൂതന്മാര് പറയുന്നുണ്ട് അവർ വേശ്യയായിരുന്നു എന്ന്. ഏത് ജൂതനാണോ? ഇസ്രായേൽ പ്രതിദാനം ചെയ്യുന്ന ജൂതന്മാര് പറയുന്നുണ്ട്. അമേരിക്ക പ്രതിദാനം ചെയ്യുന്ന ക്രൈസ്തവ സഭകളുടെ നേതാവായ മറിയം ബീവി എന്ന ആ പ്രിയപ്പെട്ട മാതാവ് വേശ്യയായിരുന്നു എന്ന്. എന്നിട്ടോ ആ വേശ്യ എന്നവരുടെ പ്രിയപ്പെട്ട ദൈവത്തിന്റെ മാതാവിനെ തെറിവിളിക്കുന്നവരോട് കൂട്ടുകൂടുന്നത് ഇസ്ലാമിനെ തകർക്കാനാ. അതാണ് പറയുന്നത് ആദർശത്തിന്റെ പാപ്പരത്വമാണ്, വിവരം വെക്കാത്തൊരു തലം സമൂഹമാണ്. അങ്ങനെ ആ ജൂതന്മാര് ആക്ഷേപിക്കുമ്പോൾ, ജൂതന്മാര് വിമർശിക്കുമ്പോൾ ഇസ്ലാം പറഞ്ഞത് എന്താണ്? ഇല്ല, മറിയം ബീവി ഗർഭിണിയായത് അള്ളാഹുവിന്റെ ഇടപെടൽ മൂലമാണ്. അവര് വേശ്യാവൃത്തി നടത്തിയില്ല, അവരഭിസാരികയല്ല, അവരൊരിക്കലും ശരീരം വിറ്റവരല്ല. എങ്ങനെയാണ് അള്ളാഹുവിന്റെ ഇടപെടൽ വന്ന് ഗർഭിണിയായി? ആ സമയത്ത് അവർ അള്ളാഹുവിനോട് പറഞ്ഞു യാ ലൈതനീ മിത്തു ഖബ്ല ഹാദാ വകുന്തു നസിയം മൻസിയാ. പടച്ചവനെ, ഞാൻ അങ്ങ് മരിച്ചു പോയെങ്കിൽ അല്ലാഹ് എന്നെ ജനങ്ങൾ എന്നേ വിസ്മരിച്ചു പോയേനെ. ഞാൻ എന്ത് മറുപടിയാ റബ്ബേ പറയുക? ഞാൻ എന്ത് മറുപടിയാ തമ്പുരാനെ ജനങ്ങളോട് പറയുക? ഇതാര് തന്ന ഗർഭമെന്നാ പറയുക? ആ സമയത്ത് അല്ലാഹു അതിനെപ്പറ്റിയല്ല മറുപടി കൊടുത്തത്. മറിയം ബീവിയോട് അതൊക്കെ ഞാൻ നോക്കിക്കോളാമെന്നല്ല പറഞ്ഞില്ല. മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയോട് അല്ല പറഞ്ഞത് ലാ തഹ്സനി, വിഷമിക്കണ്ട മോളെ, വിഷമിക്കണ്ട മോളെ. വിശക്കുന്നുണ്ടല്ലേ, ദാഹിക്കുന്നുണ്ടല്ലേ? ഒരു പേറ്റ് നോവുള്ള പെണ്ണ്, ഒരു ഗർഭിണിയായ പെണ്ണിന് എന്തെല്ലാം മോഹങ്ങൾ കാണും, അവൾക്ക് എന്തൊക്കെ ആഗ്രഹങ്ങൾ കാണും, തിന്നാനും കുടിക്കാനും, അവൾക്ക് ഇഷ്ടമുള്ള ആഹാരം വാങ്ങിക്കൊടുക്കാൻ ഭർത്താവ് ഓടി നടക്കുന്നത് കണ്ടിട്ടില്ലേ? അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ അല്ല ചോദിച്ചു, മോളെ നിനക്ക് ഭർത്താവില്ലല്ലോ, നിനക്ക് വല്ലാത്ത ദാഹമുണ്ടല്ലേ? അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, ജഅല റബ്ബുകി തഹ്തകി സരിയാ. ഈ പർവ്വതത്തിന്റെ താഴ്ഭാഗത്ത് ഒരു നല്ല കളകളാരവം മുഴങ്ങുന്ന ഒരു ചെറിയ അരുവിയുണ്ട് മറിയമേ. അവിടെ ചെല്ല്, നീ അതിൽ നിന്നൊരു കൈക്കുമ്പിൾ വെള്ളം എടുത്തു കുടിക്കേ. എന്നിട്ട് വിശക്കുമ്പോൾ ആ കാണുന്ന ഈത്തപ്പന മരത്തെ പിടിച്ച് കുലുക്കിയിട്ട് ഈത്തപ്പഴം പെറുക്കി തിന്നിട്ട് നിന്റെ വിശപ്പടക്കണം മറിയമേ, നിന്റെ വിശപ്പടക്കണം മറിയമേ. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുകയാ. ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണ്ടേ മുസ്ലിമേ, എന്നെ കേൾക്കുന്ന സഹോദരിമാരൊന്ന് ചിന്തിക്കണേ. എന്തേ ചെറിയ പ്രായത്തിലെ മെഹ്റാബിനകത്ത് അത്ഭുതകരമായ നിലയിൽ അല്ലാഹു പഴവർഗ്ഗങ്ങൾ കൊടുത്തു, അവരിഷ്ടപ്പെടുന്ന പഴവർഗ്ഗങ്ങൾ കൊടുത്തു. ആ പഴവർഗ്ഗങ്ങൾ കൊടുത്ത പടച്ചതമ്പുരാൻ എന്തേ അല്പം കൂടി അബലയായപ്പോൾ, ഗർഭിണിയായപ്പോൾ, ഒന്നിനും കൊള്ളാത്ത നിലയിൽ അവൾ പേറ്റുനോവ് അനുഭവിക്കുന്ന സമയത്ത്, അവളുടെ വയറ് നിറഞ്ഞു നിൽക്കുമ്പോൾ അല്ലാഹു എന്തേ അത് ചെയ്യാത്തത്? പക്ഷെ അല്ലാഹു പഠിപ്പിച്ചത് അങ്ങനെയല്ല. മറിയമേ, ചെറിയ പ്രായത്തിൽ നിനക്ക് ഞാൻ ഇതൊക്കെ തന്നു, പക്ഷേ ഇപ്പം നീ കൂടി ചെയ്യണം ചില കാര്യങ്ങള്. അതുകൊണ്ട് ഇറങ്ങിച്ചെല്ലി അരുവിയിൽ നിന്ന് വെള്ളം എടുക്ക്. എന്തേ അള്ളാഹുവിന് അരുവിയെ മുകളിലോട്ടൊടുക്കാൻ കഴിവില്ലാത്തത് കൊണ്ടാണോ? അല്ലെങ്കിൽ ഈത്തപ്പഴത്തിൽ നിന്ന് ഈത്തപ്പഴം അള്ളാഹു അവരുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണോ? അല്ല. പക്ഷെ അള്ള പറഞ്ഞു, നീ അങ്ങനെ പെട്ടെന്ന് കഴിക്കണ്ട. നീ എന്ത് ചെയ്യണം? നീ ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്യണം. എന്താണ്? നീ ചെല്ലുക, എന്നിട്ട് ആ ഈത്തപ്പന പിടിച്ച് കുലുക്കിയിട്ട് വീഴുന്ന പഴങ്ങൾ പെറുക്കി തിന്നുക. അടിയിൽ ചെന്നിട്ട് അരിവാരത്ത് ചെന്നിട്ട് വെള്ളം കുടിക്കുക. സഹോദരങ്ങളെ, അല്ലാഹു ഇത് പറഞ്ഞു. അതാണ് ആ മഹാൻ പറയുന്നത്, അലം തറ അന്നല്ലാഹ ഖാല ലി മറിയമി വഹുസ്സി
ഇലൈകിൽ ജദഅ യസാഖതുർ റുതബൂ. അള്ളാഹു വേണമെങ്കിൽ നിനക്ക് ഇതൊക്കെ തരാമായിരുന്നു. പക്ഷെ അള്ളാഹു എന്തു പറഞ്ഞു? മറിയമേ, നീ പോയി പെറുക്കി തിന്നാൻ പറഞ്ഞു. നീ പോയി അതിനെ ഓരോന്നെടുത്തിട്ട് നീ ഒന്ന് തിന്ന് എന്ന് അള്ളാഹുവിന്റെ കൽപ്പന. അപ്പൊ നമ്മൾ ചെയ്യണം. ഒട്ടകത്തെ കെട്ടിയിട്ടാണ് തവക്കുലാക്കാൻ നബി തങ്ങൾ പറഞ്ഞത്. അനസ് തങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യണം. തവക്കുൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കരുതുന്നത് പോലെ എല്ലാം റബ്ബിനെ ഏൽപ്പിച്ചിട്ട് ഇങ്ങനെ ഓടലല്ല, മറിച്ച് നമ്മൾ ഏൽപ്പിക്കേണ്ട രീതിയിൽ ഏൽപ്പിക്കണം. ഒരു ചെറിയ ഹദീസോടെ പറയാ. ആരംഭപൂവായ നബി തങ്ങൾ പറയുകയാണ്, ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലിഹി ലറസഖകും കമാ യുർസഖു ത്വയ്ർ തഗ്ദൂ ഖിമാസം വതറൂഹു ബിതാനാ. എന്തായി പറയുന്നത്? ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലി. നിങ്ങൾ തവക്കുൽ ചെയ്യേണ്ട പ്രകാരം നിങ്ങൾ തവക്കുൽ ചെയ്താൽ, ഭരമേൽപ്പിക്കേണ്ട പ്രകാരം നിങ്ങൾ ഭരമേൽപ്പിച്ചാൽ, ലറസഖകും നിങ്ങൾക്ക് അല്ലാഹു ഭക്ഷണം തരും. കമാ യുർസഖു ത്വയ്റു, പാറി പറക്കുന്ന പറവകൾക്ക് ഭക്ഷണം കൊടുക്കും പോലെ അല്ലാഹു നിങ്ങൾക്കും ഭക്ഷണം തരും. എങ്ങനെയാ പറവകൾക്കല്ല ഭക്ഷണം കൊടുക്കുന്നത്? തഗ്ദൂ ഖിമാസ, രാവിലെ ഒട്ടിയ വയറുമായി പോകും. വതറൂഹു ബിതാന, നിറവയറുകളുമായി വൈകുന്നേരം കൂടണയും. ഇതല്ലേ പക്ഷികൾക്ക് എവിടെയെങ്കിലും കല്യാണം ഉണ്ടോ? പക്ഷികൾക്ക് അന്നദാനം ഉണ്ടോ? പക്ഷികൾക്ക് പൊതിച്ചോറ് കൊടുക്കോ? പക്ഷികൾക്ക് എവിടെയെങ്കിലും ആരെങ്കിലും സദ്യ വിളമ്പുന്നുണ്ടോ? ഇതൊന്നുമില്ല. രാവിലെ തഗ്ദൂ ഖിമാസ, ഒട്ടിയ വയറുമായിട്ട് പറന്ന് നടക്കും. തറൂഹു ബിത്താന, സായാഹ്നത്തിൽ നിറവയറുമായി തിരികെ വരുന്നു. ഇതുപോലെ നിങ്ങൾക്കും അല്ലാഹു ഭക്ഷണം തരും. അപ്പൊ ചിന്തിക്കും, എടാ അപ്പൊ ഞാൻ ഏൽപ്പിക്കേണ്ട വിധം ഏൽപ്പിച്ചാൽ പക്ഷികൾക്ക് കൊടുക്കും പോലെ അള്ളാഹു തരുമെങ്കിൽ പിന്നെ ഞാനെന്തിന് കഷ്ടപ്പെടണം? ഒരു സൂഫിയായ മനുഷ്യൻ, അയാള് അധ്വാനിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി അദ്ദേഹം നാട് വിട്ടു. ആ നാട് വിടുന്ന, എനിക്ക് പേര് പെട്ടെന്ന് മറന്നുപോയതാണ്, ഇബ്രാഹിം അദ്ഹി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉസ്താദുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രമാണിത്. അങ്ങനെ അദ്ദേഹം നാട് വിട്ട് അദ്ദേഹം യാത്ര ആരംഭിച്ചു. അധ്വാനിക്കണം, കുറച്ച് പണം ഉണ്ടാക്കണം, ഇതാണ് ആഗ്രഹം. അങ്ങനെ അദ്ദേഹം കുറെ നാളുകൾ നീങ്ങി. കുറച്ചങ്ങോട്ട് യാത്ര ചെയ്തപ്പോൾ മരുപ്പച്ച വിദൂരത്തുള്ള മരുഭൂമി, ആ മരുഭൂമിയിൽ എവിടെയോ ഒരു ചെറിയ ആളൊഴിഞ്ഞ ഒരു ഭാഗത്ത് ഒരു ചെറിയ ഗുഹ പോലെ കണ്ടു. ഇദ്ദേഹം അതിനകത്ത് കയറി വിശ്രമിക്കാൻ വേണ്ടി ഒന്ന് കയറിയിരുന്നു. അങ്ങനെ ഈ മണൽപുറ്റും ഈ മരുഭൂമിയിൽ മനോഹരമായി അങ്ങനെ ഒരു ചെറിയ ആളൊഴിഞ്ഞ ഭാഗത്തെ ഒരു ചെറിയ ഗുഹയിലേക്ക് കയറി അദ്ദേഹം ഇരിക്കുമ്പോ ഇദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. എന്താണെന്നറിയോ? ഒരു പക്ഷി, അത് നല്ല പ്രായമുള്ള പക്ഷി, തള്ളപ്പക്ഷി. ആ പക്ഷി നടക്കാൻ പറ്റുന്നില്ല. ആ പക്ഷി കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അന്ധയായ പക്ഷിയാണ്. ആ പക്ഷി ഇങ്ങനെ ഇരിക്കുന്നു. ഇദ്ദേഹം ചിന്തിച്ചു, പടച്ചതമ്പുരാനെ, ഈ പക്ഷിക്ക് എങ്ങനെയാണ് ഭക്ഷണം കിട്ടുക? മരുഭൂമിയിൽ ആരും വേസ്റ്റ് വലിച്ചെറിയില്ല. മരുഭൂമിയിൽ ആരും കഴിച്ചിട്ടോ അല്ലെങ്കിൽ ആളുകൾക്ക് കൊടുക്കാനോ ഒന്നുമില്ല. എങ്ങനെയാണ് ഈ പക്ഷിക്ക് അല്ലാഹു ഭക്ഷണം കൊടുക്കുന്നത്? അദ്ദേഹം ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുക. മാത്രമല്ല, വെളിയിലിറങ്ങി അന്നം തേടാൻ ആ പക്ഷിക്ക് കഴിയില്ല. കാരണം അന്ധയാണ്, ബലഹീനയാണ്, വൃദ്ധയാണ്. അതുകൊണ്ട് എങ്ങനെ ഇതിന് ഭക്ഷണം കിട്ടുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ഒരു ചെറിയ പക്ഷി, ആരോഗ്യമുള്ള പക്ഷി, കണ്ണിന് കാഴ്ച ശക്തിയുള്ള പക്ഷി, അത് ചിറകടിച്ച് നേരെ ആ ഗുഹയ്ക്കകത്തേക്ക് വന്നു. എന്നിട്ട് അതിന്റെ ചുണ്ടിലിരിക്കുന്ന ഭക്ഷണം വാ തുറപ്പിച്ച് ആ തള്ളപ്പക്ഷിയുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. മഹാനവറുകൾ ഞെട്ടി എണീറ്റു. അല്ലാഹുവേ, ഞാൻ എന്തിനധ്വാനിക്കണം ഇനി? ഞാൻ എന്തിനായി അധ്വാനിക്കേണ്ടത്? മരുഭൂമിയിൽ, മരിപ്പച്ച വിദൂരമായ മരുഭൂമിയുടെ മടിത്തട്ടിൽ ആരാലും എത്തപ്പെടാത്ത, അനധിവിദൂര സാധ്യത പോലുമില്ലാത്ത, ഒരു മനുഷ്യൻ കടന്നു വരാത്ത അന്ധയായ പ്രായം ചെന്ന ഈ തള്ളപ്പക്ഷിക്ക് അല്ലാഹുവേ നിനക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുമെങ്കിൽ ഞാൻ എന്തിനായി ഇനി അധ്വാനിക്കാൻ പോകുന്നത്? എന്റെ സമയം ബാക്കി കൂടി ഞാൻ ഇനി ആരാധനയ്ക്ക് വേണ്ടി മാറ്റിവെക്കാൻ പോവുകയാണ്. ആ സമയത്താണ് അദ്ദേഹം അവിടെ നിന്ന് ഇത് ചിന്തിച്ചുകൊണ്ട് യാത്ര തിരിച്ചു. നേരെ തിരിച്ച് യാത്ര പറഞ്ഞ മഹാന്റെ മുമ്പിലെത്തി. ആ മഹാന്റെ മുമ്പിലെത്തുമ്പോൾ ആ മഹാൻ ചോദിച്ചു, എന്തേ നീ തിരികെ വന്നത്?
അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ന കാഴ്ചകൾ കണ്ടു, അതുകൊണ്ട് തിരിച്ചു വന്നു. അള്ളാഹുവിന് ഇത്രയും കഴിവുണ്ടെങ്കിൽ പിന്നെ ഞാൻ അന്നം തേടി ഓടേണ്ട കാര്യമുണ്ടോ? ആ സമയത്താണ് ആ മനുഷ്യന്, സൂഫിയായ മനുഷ്യനോട് ആരിഫായ അടുത്ത മനുഷ്യൻ ചോദിച്ചത്. ആ മനുഷ്യൻ സാത്വികനാണ്. അദ്ദേഹം ചോദിച്ചു, എടാ മണ്ട, നീ എന്തായി കാണിച്ചത്? നീ തിരിച്ചു വന്നതെന്താ? തിരികെ വന്നതെന്താ? ആ തള്ളപ്പക്ഷിക്ക് അള്ള ഭക്ഷണം കൊടുക്കുന്നെങ്കിൽ നിനക്കും തരുമല്ലോ എന്ന് ചിന്തിച്ചിട്ട് നീ അവിടെ നിന്ന് വന്നു. എന്തേ നീ ഇത്ര ബലഹീനനായി പോയി? നീ എന്തുകൊണ്ടാ ആ പറന്നിറങ്ങിയ ചെറിയ പക്ഷിയെ പോലെ ആകാത്തത്? ആ ചെറിയ പക്ഷിയെ പോലെ നിനക്കാകാമായിരുന്നല്ലോ. നിനക്ക് ആ ചെറിയ പക്ഷിയിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊണ്ടുകൊണ്ട് നീ അധ്വാനിച്ചിട്ട് ഇതുപോലെ കഷ്ടപ്പെടുന്നവർക്ക് നിനക്ക് അന്നമെത്തിച്ചു കൊടുക്കാൻ കഴിയുമായിരുന്നല്ലോ. അതാണ് ചേലയിൽ തങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇവിടെ സംവിധാനിച്ചിട്ടുള്ളത്. പാവങ്ങളെ സഹായിക്കണം. പാവങ്ങൾക്ക് അല്ലാഹു, എല്ലാരും അങ്ങനെ ചിന്തിച്ചാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ പാവങ്ങൾക്ക് അരി കൊടുക്കാൻ ആളുണ്ട്, പൊരി കൊടുക്കാൻ ആളുണ്ട്, എല്ലാ ആളുകളുണ്ടല്ലോ. അപ്പൊ അള്ളാഹു എനിക്കും തരുമെന്ന് പറഞ്ഞ് വീട്ടിൽ കയറിയാൽ ഇത് കൊടുക്കുന്ന ആരാ? അപ്പൊ ഒരു വിഭാഗം കൊടുക്കുന്നവരെ പോലെ ആകണ്ടേ? അപ്പൊ അള്ളാഹു അവർക്ക് കൊടുക്കുന്ന പ്രതിഫലം എന്താണ്? അള്ളാഹു അവർക്ക് ഭക്ഷണവും കൊടുക്കും, അതിനുള്ള പ്രതിഫലവും കൊടുക്കും. മറ്റൊരു വിഭാഗത്തിന് അല്ല ഭക്ഷണം മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തള്ളപ്പക്ഷിയെ പോലെ ആകാൻ ശ്രമിച്ച നീ എന്തുകൊണ്ട് ആ ചെറിയ പക്ഷിയെ പോലെ നീ ആകാൻ തീരുമാനിച്ചില്ല എന്ന് ചോദിച്ച മഹാനായ ആ സാത്വികനായ മനുഷ്യന്റെ കഥ ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞിട്ട് പറയുന്നു, സഹോദരങ്ങളെ, നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യണം. ബാക്കി റബ്ബ് തരും, ബാക്കി റബ്ബ് തരും. മൂസാ നബി അലൈഹിസ്സലാം, നമ്മൾ പറയാണ് നീയൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യണം. ബാബരി മസ്ജിദ് അതുപോലെ മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോ അതൊക്കെ അള്ള നോക്ക്. പിന്നെ അള്ളാഹ്ക്ക് മേശരി പണിയല്ലേ ജോലി, വന്നിട്ട് ചാന്തൂരി അടിക്കാൻ. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണ്ടേ? നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. അതിന് നമുക്ക് തെളിവുണ്ട് വിശുദ്ധ ഖുർആനിൽ. കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ചെറിയ പ്രശ്നമുണ്ടായി നാട്ടിൽ, അറിയുമല്ലോ. ഫറോവ സാമ്രാജ്യത്തോട് വെല്ലുവിളിച്ചു. മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു, ഫഅസ്രി ബിഇബാദി ലൈലൻ ഇന്നകും മുത്തബഊൻ. അല്ല പറഞ്ഞ വാക്ക് നിങ്ങളൊന്ന് ചിന്തിച്ചേ. ഫഅസ്രി ബിഇബാദി ലൈലാ ഇന്നകും മുത്തബഊൻ. ഫഅസ്രി, അല്ലയോ മൂസ നബിയേ, നിങ്ങൾ രാത്രി യാത്ര പോകൂ, രാത്രി യാത്ര പോകൂ. ബിഇബാദി, എന്റെ ദാസന്മാരെയുമായിട്ട് നിങ്ങൾ രാത്രിയിൽ യാത്ര ചെയ്യ്. കാരണം ഇന്നകും മുത്തബഊൻ, ആളുകൾ നിങ്ങളെ പിന്നാലെ വരും, ആളുകൾ നിങ്ങളെ പിന്നാലെ വരും. അതുകൊണ്ട് രാത്രി ആരും കാണാതെ നിങ്ങൾ യാത്ര ചെയ്യണമെന്ന് മൂസാ നബിയോട് അല്ല പറഞ്ഞതെന്താ? പകല് പിന്നാലെ വരുന്ന ഫറോവയുടെ സാമ്രാജ്യത്തെ പിടിച്ചു നിർത്താൻ നമ്മുടെ റബ്ബിന്റെ ശക്തി പോരാഞ്ഞിട്ടാണോ? അല്ല, നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. അതുകൊണ്ട് മൂസ നബിയെ, സമൂഹമേ, എന്റെ സമൂഹത്തെയും കൊണ്ട്, എന്നെ വിശ്വസിച്ച എന്റെ പ്രിയപ്പെട്ട ബനൂ ഇസ്രായേലികളെയും കൊണ്ട് നിങ്ങൾ രാത്രി യാത്ര ചെയ്യണം. കാരണം ഇന്നക്കും മുത്തബഊൻ, നിങ്ങളെ പിൻപറ്റിയിട്ട് നിങ്ങളെ പിന്നാലെ ആളുകൾ വരുന്നുണ്ട്, ഫിർഔനും കൂട്ടരും വരുന്നുണ്ട് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി നമ്മൾ നിർവഹിക്കണം എന്നുള്ളത് കൊണ്ടാ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ശക്തമായ എതിർപ്പ് വന്നു. അവിടെ നിന്ന് നാട് വിട്ടു. അങ്ങനെയാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പല യാത്രകളും അങ്ങനെ നടത്തിയിട്ടുണ്ട്. മദിയനിലേക്ക് പോയി ശുഐബ് നബിയുടെ മോളെ വിവാഹം കഴിച്ചത് അതുപോലത്തെ യാത്രയാണ്. ബനൂ ഇസ്രായേലികളെ അടിമച്ചങ്ങലയിൽ നിന്ന് ബന്ധനസ്ഥരായിരുന്ന ബനൂ ഇസ്രായേലികളെ മോചിപ്പിച്ചുകൊണ്ട് വിമോചന പോരാളിയായി മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് ഒരു സമൂഹത്തെ രക്ഷപ്പെടുത്തി. ചെങ്കടലിൽ ഒരു സമൂഹത്തിന്റെ ദാർഢ്യം അവസാനിപ്പിക്കപ്പെട്ട ഒരു യാത്രയും ഇതേപോലെ രാത്രിയിലാണ്. അപ്പൊ രാത്രിയിൽ നിങ്ങൾ യാത്ര ചെയ്യും, കാരണം ആരും നിങ്ങളെ പിന്നാലെ വരില്ല എന്നല്ല പറഞ്ഞു. പക്ഷേ അള്ളാഹു പിന്നാലെ വിട്ടു ജനങ്ങളെ, എന്നിട്ട് രക്ഷപ്പെടുത്തി കാണിച്ചു കൊടുത്തു. ചിന്തിച്ചു നോക്ക്. അള്ളാഹു രക്ഷപ്പെടുത്തി കൊടുത്തു. എങ്ങനെ? നിങ്ങൾ രാത്രി പൊയ്ക്കോളാൻ പറഞ്ഞു. രാത്രി പോയിട്ടും അള്ളാഹു ശത്രുക്കളെ പിന്നാലെ വിട്ടു, എന്നിട്ട് രക്ഷപ്പെടുത്തി കാണിച്ചു കൊടുത്തു. കാരണം നിങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടി നിങ്ങൾ ചെയ്യണം, ഞാൻ ചെയ്യേണ്ട ഡ്യൂട്ടി ഞാൻ ചെയ്തോളാം. അതാണ് ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ്ക തവക്കുലി ലറസഖകും കമാ യുർസഖു തൈറു തഗ്ദു ഖിമാസം വതറൂഹി ബിതാന. പ്രഭാതമാകുമ്പോൾ ഒട്ടി വയറുമായി പോകുന്ന പക്ഷിക്കുഞ്ഞുങ്ങൾ വൈകുന്നേരം സായാഹ്നത്തിൽ കൂടുകളിലേക്ക് അണയുന്നത് നിറവയറുമായിട്ടാണ്.
നമുക്ക് ഇത് കണ്ടിട്ട് എന്നാ പിന്നെ പക്ഷികളെ പോലെ തവക്കുൽ ചെയ്യാമെന്ന് ചിന്തിച്ചാൽ ചെയ്തോളീൻ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം. ഈ ഹദീസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ. എന്താ പറഞ്ഞത്? ലൗ അന്നക്കും തതവക്കലൂന അലല്ലാഹി ഹഖ്ക തവക്കുലിഹി, ഏൽപ്പിക്കേണ്ട പ്രകാരം നിങ്ങൾ ഏൽപ്പിക്കണം. ആ ഏൽപ്പിക്കേണ്ട പ്രകാരം അതെങ്ങനെയാണ്? അതാണ് അടുത്ത് പറഞ്ഞ തകുദു ഹിമാസ, രാവിലെ ഒട്ടിയ വയറുമായിട്ട് പോകും. തറൂഹു ബിത്താന, രാത്രി നിറഞ്ഞ വയറുമായിട്ട് വരും. അപ്പൊ കൊള്ളാലോ. അതെ, പക്ഷെ നിങ്ങൾ ഒട്ടിയ വയറുമായിട്ട് പക്ഷികൾ പോകുന്നത് പോലെ നിങ്ങളും വീട്ടിൽ നിന്ന് ജോലിക്ക് വേണ്ടി പോകണം. അപ്പം നിങ്ങൾക്ക് നിറഞ്ഞ വയറുമായി തിരിച്ചു വരാം. അല്ലാതെ വീട്ടിൽ കയറി അതോടെ ചിരുന്നാൻ പറ്റൂല. അതാണ് ഹഖ്ക തവക്കുലിഹി, ചെയ്യേണ്ട പ്രകാരം ചെയ്യണമെന്ന് പറഞ്ഞാൽ. അവിടെ പക്ഷികൾ ഡ്യൂട്ടി നിർവഹിക്കുന്നുണ്ട്. തവക്കുലിന് ഈ ഒരു ഹദീസ് എന്തിനാ പരിചയപ്പെടുത്തിയത്? പക്ഷികളുടെ ഡ്യൂട്ടി നിർവഹിക്കുന്നുണ്ട്. ആ ഡ്യൂട്ടിയാണ് തഖുദു ഹിമാസ. അവര് രാവിലെ പോകുന്നത് അതിന്റെ അവരുടെ ഡ്യൂട്ടി നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചുരുക്കത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇനി ഒന്നുകൂടെ ഞാൻ പറയാം. അള്ളാഹു എന്തെങ്കിലുമൊക്കെ സൗഭാഗ്യങ്ങൾ തരും. നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി നമ്മൾ ചെയ്യണം. എന്തുകൊണ്ടെന്നറിയോ? നോഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു തആല പരീക്ഷിച്ചു. ജനങ്ങൾ മുഴുവനും നോഹ് നബിയെ കാണുമ്പോ ചെവിയില് ഈ വിരല് തിരികെ കയറ്റിയിട്ട് ഓടുമായിരുന്നു. ചെവിയിൽ വിരല് തിരികെ കയറ്റിയിട്ട് ഓടുമായിരുന്നു. നിന്റെ ഒന്നും പ്രസംഗമൊന്നും എനിക്ക് കേൾക്കണ്ടടാന്ന് പറഞ്ഞിട്ട് ഓടുമായിരുന്നു. അന്ന് അടങ്ങിയ സമൂഹം ഇന്നുണ്ടല്ലോ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മളിപ്പോ ഒരു നാട്ടില് വിശുദ്ധ ഖുർആൻ പറയാൻ പോയാൽ എത്ര ആളുണ്ടാവും? നേരെ മറിച്ച് ഏതെങ്കിലും ഒരു സിനിമാ നടൻ വന്നാൽ, അദ്ദേഹം വന്ന് എന്തെങ്കിലുമൊക്കെ പൊട്ടാസ് വെച്ചിട്ട് പോയാൽ എത്ര ആളുകളാ കൂടുക? അപ്പൊ എന്താണ് ഇതിന്റെ അർത്ഥം? ഒരു സമൂഹത്തിന് ഇപ്പോഴും ഖുർആൻ അരോചകമാണ് എന്നാണ്, ഹദീസുകൾ അരോചകമാണ് എന്നാണ്. ദീൻ പഠിക്കാൻ നമ്മൾ ഒരു വേദിയിൽ പോയി നമുക്കറിയാത്തൊരു കാര്യം പഠിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ ഇനി അറിയാത്ത കാര്യങ്ങൾ അല്ലാഹ് പഠിപ്പിച്ചു കൊടുക്കും. അത് അള്ളാഹുവിന്റെ ശൈലിയാണ്. നമ്മൾ പഠിക്കില്ല, അതുകൊണ്ട് അല്ലാഹ് പഠിപ്പിക്കില്ല. പഠിച്ചാലും പോരാ, അമൽ ചെയ്താലേ അടുത്തത് പഠിപ്പിക്കുള്ളൂ. നമ്മൾ പഠിച്ചിട്ട് മാത്രം കാര്യമില്ല, അമലും ചെയ്യണം. അള്ളാഹു എനിക്കും സംഘാടകർക്കും നിങ്ങൾക്കും അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നൂഹ് നബി അലൈഹിസ്സലാമിനെ അള്ളാഹു തആല പരീക്ഷിച്ചു. നൂഹ് നബിയോട് പറഞ്ഞ എന്താണ്? പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ടുവന്ന് ഒരു കപ്പൽ ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പൊ ആളുകൾ പറഞ്ഞടാ, യവനെന്ത് ഭ്രാന്താ. ആദ്യം ഭ്രാന്തെന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയത് ഭാര്യയായിരുന്നു. നൂഹ് നബിക്ക് ഭ്രാന്തെന്ന് പറഞ്ഞ് ആദ്യം പുറത്തു വന്നാരാൻ? സ്വന്തം കെട്ടിയോള്. അപ്പൊ കുടുംബത്തിൽ നിന്ന് തന്നെ തുടങ്ങി ശത്രുത. ഇത് ഇയാൾക്ക് വട്ടാണ്. ഇല്ലെങ്കിൽ ഈ പറയുന്ന ഈ കപ്പൽ ഉണ്ടാക്കേണ്ടത് വെള്ളത്തിലല്ലേ കപ്പൽ ഉണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ താഴ്ന്ന ഭാഗത്തല്ലേ കപ്പൽ ഉണ്ടാക്കേണ്ടത്? എന്തിനാണ് ഈ കാണുന്ന പർവ്വതത്തിന്റെ മുകളിൽ കപ്പൽ ഉണ്ടാക്കുന്നത്? അല്ലാഹ് കാണിച്ചു കൊടുത്തു. വെള്ളം അടുപ്പിൽ നിന്ന് പൊട്ടി ഒഴുകി. അവരുടെ പാകം ചെയ്യുന്ന അടുപ്പിൽ നിന്ന് അടുപ്പിൽ നിന്ന് വെള്ളം പൊട്ടി ഒഴുകി. അവസാനം വെള്ളം ഉയർന്നുയർന്ന് മുകളിൽ നിന്ന് മഴ പെയ്യുന്നു, താഴെ ഭൂമിയിൽ നിന്ന് വെള്ളം വരുന്നു. ഇങ്ങനെ മുകളിലും താഴെയും വെള്ളമായി അവസാനം പർവ്വതത്തിന്റെ ഏറ്റവും മുകളിൽ വരെ വെള്ളമെത്തി. അതിന്റെ അടിയിലുണ്ടായിരുന്നവരെല്ലാവരും നശിച്ചു. അവസാനം പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് കപ്പൽ നിർമ്മിച്ച നൂഹ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല രക്ഷപ്പെടുത്തി. ആലോചിച്ചു നോക്കി, ഇത് റബ്ബിന്റെ ഇടപെടലാണ്. അപ്പൊ അല്ലാഹ് പറഞ്ഞ എന്താ? വസ്നഇൽ ഫുൽക ബിഅയുനിനാ വവഹീനാ വലാ തുഖാതിബ്നി ഫില്ലദീന ളലമൂ ഇന്നഹും മുഗ്റഖൂൻ. സൂറത്തുൽ ഹൂദിൽ അല്ലാഹ് പറഞ്ഞതാണ്, വസ്നഇൽ ഫുൽക, കപ്പൽ നിർമ്മിക്കൂ നൂഹ് നബിയെ, ബിഅയുനിനാ, എന്റെ എഞ്ചിനീയറിംഗിൽ. ഞാനാണ് എഞ്ചിനീയർ. എന്റെ മേൽനോട്ടത്തിൽ നിങ്ങൾ കപ്പൽ നിർമ്മിക്കൂ. എന്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ, ഞാൻ പറയും പോലെ നിങ്ങൾ നിർമ്മിക്കണേ. വലാ തുഖാതിബ്നി ഫില്ലദീന ളലമൂ ഇന്നഹും മുഗ്റഖൂൻ. മുങ്ങിപ്പോകാൻ വിധിക്കപ്പെട്ട ഒരു സമൂഹത്തിനെ പറ്റി എന്നോട് നിങ്ങൾ തർക്കിച്ച് നിൽക്കാൻ നിൽക്കരുത്. അല്ലാഹു അക്ബർ. എന്താ പറഞ്ഞത്? കപ്പലിൽ ഉടനെ കയറിക്കോളണം, കപ്പലിൽ ഉടനെ കയറണം. കപ്പൽ നിർമ്മിക്കേണ്ടത് എന്റെ മേൽനോട്ടത്തിലും എന്റെ നിർദ്ദേശത്തിലുമാകണം. ആ കപ്പൽ ഉണ്ടാക്കിയാൽ ഉടൻ തന്നെ നിങ്ങൾ കയറണം. ആവശ്യമില്ലാത്ത ഒരു സമൂഹത്തെ കൂടെ നിങ്ങൾക്ക് കിട്ടണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? വാശി പിടിച്ചുകൊണ്ട് നിന്നാൽ നശിച്ചു പോകും. മനസ്സിലായ കാര്യങ്ങള്? നമ്മളൊരു കാര്യം പറയുമ്പോ എല്ലാവരും അത് ഉൾക്കൊള്ളണമെന്ന് പറഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്താൽ നശിച്ചത് തന്നെ.
അതുകൊണ്ട് ഒരു കാര്യം പറയുമ്പോൾ കേൾക്കാൻ താല്പര്യമുള്ളവരുടെ മുമ്പിൽ അതങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ട് തന്നെ റബ്ബിന്റെ ഫضل കൊണ്ട് ഞാൻ എന്നെ പുകഴ്ത്തുന്നതല്ല. 10,000 പേര് ഒരുമിച്ച് കൂടുന്ന വേദിയുണ്ട്, 5,000 പേര് ഒരുമിച്ച് കൂടുന്ന വേദിയുണ്ട്, 50 പേര് ഒരുമിച്ച് കൂടുന്ന വേദിയുണ്ട്. ഈ 50 പേര് ഒരുമിച്ച് കൂടുന്ന വേദിയിലും 5,000 പേരും 10,000 പേരും ഒരുമിച്ച് കൂടുന്ന വേദിയിലും എന്റെ പ്രസംഗം ഞാൻ ഒരുപോലെ തന്നെ പ്രസംഗിക്കുള്ളൂ. കാരണം എന്താ, വരാത്തൊരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന ഒരു സമൂഹത്തിന്റെ അവരുടെ അസാന്നിധ്യത്തെ ഓർത്തുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് വന്ന മഹാന്മാരായ നിങ്ങൾ മഹാന്മാരാണ്. കാരണം എന്താണ്, ഈ സമയത്ത് നിങ്ങൾക്ക് എന്തെല്ലാം ജോലിയുണ്ട്, വീട്ടിൽ പോയി എന്തെല്ലാം ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇവിടെ വെറുതെ വന്നിരിക്കുന്നത്, ഇവിടെ പായസം കൊടുക്കണില്ല, ഇവിടെ കോഴി കുഞ്ഞിനെ കൊടുക്കുന്നില്ല, ഇവിടെ വാഴക്കന്ന് കൊടുക്കുന്നില്ല, ഇവിടെ ഒന്നും കൊടുക്കുന്നില്ല. ഇവിടെ എന്താ നിങ്ങൾക്ക് തരുന്നത്? വിശുദ്ധ ഖുർആൻ എന്റെ നാവിലൂടെ അള്ളാഹു നിങ്ങളോട് പറയുന്നു. അത് നിങ്ങളെ കേൾക്കാൻ വേണ്ടി വന്ന നിങ്ങളെല്ലാം തെരഞ്ഞെടുത്തത് കൊണ്ടാണ്. അള്ളാഹു അതിനുള്ള ഭാഗ്യം തരട്ടെ. ഇപ്പൊ ഇവിടെ ഇരുന്ന് മരിച്ചാൽ നമുക്ക് അള്ളാഹു തരുന്നത് സ്വർഗമാണ്. കാരണം എന്താണ്, ദീൻ പഠിക്കുന്നതിനു വേണ്ടി മജ്ലിസിലേക്ക് കടന്നുപോയി ആ വഴിയിൽ മരണപ്പെട്ടാൽ അവന് സ്വർഗമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പക്ഷെ മറ്റേ വീശാതിരിക്കണം. ചില ആളുകൾ വാഴ് കേൾക്കാൻ വന്നിരിക്കുന്നത് വീശിയിട്ടാണ്. ഐറ്റം ഉണ്ടല്ലോ, അതും വെച്ചോണ്ടിരുന്നിട്ട് പിന്നെ രക്ഷയില്ല. കാരണം ആ സമയത്ത് പിന്നെന്തുണ്ടാവൂല, ഈമാൻ ഉണ്ടാവൂല. ഞാൻ അടുത്ത സമയത്ത് ഞാൻ സ്ഥലം പറയില്ല. ഇന്നലെ മിനിങ്ങാന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, കൃത്യമായി നെറ്റിൽ നോക്കി ഇന്നലെ എവിടെയായിരുന്നു എന്നറിയാം, മിനിങ്ങാന്ന് എവിടെയായിരുന്നു എന്ന് പറയാം. അതുകൊണ്ട് ഈ തൊട്ടടുത്ത സമയത്ത് ഒരു സ്ഥലത്ത് പ്രസംഗിച്ചിറങ്ങുമ്പോ ആ സദസ്സിൽ 1-2 മദ്യപാനികൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ മദ്യപാനികൾ ഭയങ്കര ബഹുമാനമാണ്, ഭയങ്കര ആദരവാണ്. അപ്പൊ ഈ സാധനം കഴിക്കുമ്പോഴാണ് കൂടുതൽ ബഹുമാനം വരുന്നത്. പക്ഷെ ആ ബഹുമാനം എന്തെങ്കിലും ഉപകാരം ചെയ്യുമോ? ഒന്നുമില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, ഉസ്താദ് മദ്യത്തെ പറ്റിയിട്ട് നല്ലോണം സംസാരിക്കണം, മദ്യപാനത്തിനെതിരെ ശക്തമായ നിലയിൽ പ്രസംഗിക്കണം. അത് പറയുമ്പോഴും വായിന്ന് 1/2 ഗ്രാം വെച്ച് തെറിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ കാര്യമില്ല. നമ്മുടെ ജീവിതത്തില് അങ്ങനെ ഒന്നും ഇല്ലാതെ നല്ല നിഷ്കളങ്കമായി നമ്മളൊരു സദസ്സിൽ വാഴ് കേൾക്കാൻ പോയാൽ അതും മതി. അള്ളാഹ് നമ്മളെ രക്ഷപ്പെടുത്തും. അള്ളാഹു ആ നല്ലവരിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ ഖുർആനല്ലേ സഹോദരങ്ങളെ പറയുന്നത്. അവന്റെ ഖുർആൻ കേൾക്കാനല്ലേ ഈ മഞ്ഞത്ത് വന്ന് നിങ്ങൾ ഇരിക്കുന്നത്. എന്തെല്ലാം നിങ്ങൾക്ക് ജോലിയുണ്ട്. നാളത്തെ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യണം, ഇന്നത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് അതിന്റെ കണക്കെടുക്കണം, അല്ലെങ്കിൽ അതിന്റെ നിരൂപണം നടത്തണം. ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുമ്പോ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഈ നല്ല സമയത്ത്, മാത്രമല്ല ഈ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു തന്ന ഏറ്റവും നല്ല സമയമാണ് ഈ സമയം. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഓട്ടത്തിനിടയിൽ, നമ്മുടെ രാവിലെ ഇറങ്ങി നമ്മൾ ഓടുന്നതാണ് വാപ്പ അല്ലെങ്കിൽ സഹോദരൻ ഒക്കെ. അപ്പൊ തിരിച്ച് വീട്ടിൽ വന്ന് നമ്മുടെ കുഞ്ഞുമക്കളെ ലാളിക്കാൻ വയസ്സ് കൂടിക്കൊണ്ടിരിക്കുകയല്ലേ അവരുടേത്. നമ്മൾ ഓരോ ദിവസം ഇങ്ങനെ കറങ്ങി നടക്കുമ്പോ കുട്ടികളുടെ ആ ശൈശവം കടന്ന് ബാല്യത്തിലെത്തി, കൗമാരത്തിലെത്തി, യൗവനത്തിലെത്തി, വാർദ്ധക്യത്തിലേക്ക് പോകുന്ന ഈ ഘട്ടങ്ങൾ കഴിഞ്ഞു വരികയല്ലേ. നമ്മുടെ മക്കളോട് സഹവസിക്കാൻ, കരുണ കാണിക്കാൻ, കൊഞ്ചിക്കാൻ, ലാളിക്കാൻ കിട്ടുന്ന ഒരു അവസരവും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഇന്ന് പറ്റിയില്ല, നാളെ നമ്മൾ വീണ്ടും കളിപ്പിക്കാൻ നിൽക്കുമ്പോ ഒരു ദിവസം അവന്റെ ജീവിതത്തിൽ മാറിയിരിക്കാൻ. ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ ആ പ്രധാനപ്പെട്ട സമയമൊക്കെ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഖുർആനോട് നിങ്ങളുടെ താല്പര്യം കൊണ്ടാണ്. അള്ളാഹു അത് എന്നെന്ന് നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ടാണ് അള്ളാഹു നൂഹ് നബിയോട് പറഞ്ഞത്, വിവരം കെട്ട ഒരു ജനതയെ പറ്റി തർക്കിച്ചുകൊണ്ട് നിൽക്കല്ലേ. ആ വിവരം കെട്ട ജനതയിൽ ആരാ ഉള്ളത്? നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം, ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ അടക്കമുണ്ട്. നബിയേ, നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ വാഹനം നിർമ്മിച്ച്, കപ്പൽ നിർമ്മിച്ച് രക്ഷപ്പെട്ടോ. അല്ലാഹുവേ എന്റെ പൊന്നുമോൻ അവിടെ നിൽക്കുകയാ. ലൈസ മിൻ അഹ്ലിക്, അത് നിങ്ങളുടെ മോനെന്നാരാ പറഞ്ഞത്? ഇല്ല പടച്ചോനെ, എന്റെ മോനാ. എന്തിനാ നൂഹ് നബിയെ നിങ്ങൾ ഇങ്ങനെ തർക്കിക്കുന്നത്? വലാ തുഖാതിബിനി ഫില്ലദീന ലലബു, തെമ്മാടികളുടെ വിഷയത്തിൽ എന്നോട് നിങ്ങൾ തർക്കിക്കുന്നു. ഇന്നഹും മുഗ്റഖൂ, ഇവനൊക്കെ ചാവാനുള്ളതാ, ഇവനൊക്കെ ചത്തുവാനുള്ളതല്ലേ, നിങ്ങൾ എന്തിനാ എന്റെ അടുത്ത് തർക്കിക്കുന്നത് എന്ന് പറഞ്ഞ് അള്ളാഹു പറഞ്ഞ് കേറിക്കോ, വിട്ടോ, സ്ഥലം വിട്ടോ എന്ന് പറഞ്ഞു. അവസാനം എന്തായാലും മോനല്ലേ, എന്തായാലും വാപ്പയും മോനും അല്ലേ, അത് കാണാൻ എങ്ങനെയാലും ഒരു പിതാവിന് കഴിയൂലല്ലോ. അതുകൊണ്ട് ഈ മകൻ മുങ്ങിച്ചാവുന്നത് കാണേണ്ട അവസ്ഥ വരുത്താതെ അള്ളാഹു രണ്ടുപേരുടെ ഇടയിലും ഒരു വലിയ തിരമാലയെ കൊണ്ടുവന്ന് അള്ളാഹു താല തിരശീലയിട്ടു. വാപ്പാക്ക് മോൻ മുങ്ങിച്ചാവുന്നത് കാണേണ്ടി വന്നില്ല. അതാണ് പടച്ചവൻ.
അപ്പൊ നൂഹ് നബിയോട് പറഞ്ഞ എന്താ, നിങ്ങൾ കപ്പലുണ്ടാക്കി. എന്തേ അള്ളാഹുവിന് ഇത്രയും പ്രളയം ഉണ്ടാക്കാൻ കഴിവുള്ള പടച്ചോന് ഒരു ചെറിയ കപ്പലോട് ഉണ്ടാക്കി കൊടുത്തൂടെ? അള്ളാഹ് ഉണ്ടാക്കി കൊടുക്കൂല. അള്ളാഹ്ക്ക് ഈ കപ്പലുണ്ടാക്കുന്ന പണിയില്ല, അത് നമ്മുടെ പണിയാണ്. നമ്മള് കപ്പലുണ്ടാക്കണം, എന്നിട്ട് കയറിയിരിക്കണം, എന്നിട്ട് പറയണം ബിസ്മില്ലാഹി മജ്രിഹാ വ മുർസാഹാ. അപ്പോഴത് തനിയെ അങ്ങോട്ട് ഓടിക്കോളും. അൽഹംദുലില്ലാഹ്. അതാ ചെയ്യേണ്ടത്. എത്ര വലിയ സംവിധാനങ്ങളും അതിന്റെ പിന്നിലൊരു ചെറിയ സഹായം വേണം. ഫ്ലൈറ്റ് പൊങ്ങുന്നത് എങ്ങനെ? ഇത്രയും വലിയ 10 കണക്കിന് ഭാരവുമായിട്ട് ഫ്ലൈറ്റ് പൊങ്ങുന്നു. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? റൺവേയിലേക്ക് ഇതിനെ ഒന്ന് തള്ളി ഉന്തിക്കൊണ്ടു പോകുന്നത് ചെറിയൊരു വണ്ടിയാണ്. ചെറിയൊരു വണ്ടിയാണ് ഈ ഫ്ലൈറ്റിനെ ഉന്തി തള്ളി 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 അതിന് പാകമായ റൺവേയിൽ കൊണ്ട് നിർത്തിയിട്ട് അതിങ്ങ് പോകുന്നു. പിന്നെ അത് തനിയെ ഓടി പോകുന്നു. ഇത്രയും വലിയ പറന്നു പോകുന്ന ഫ്ലൈറ്റ് പോലും അതിനെ ഒന്ന് പൊക്കാൻ ചെറിയൊരു വാഹനം വേണം. ഇനി കപ്പൽ നോക്ക്, ചെറിയ വള്ളം, ചെറിയ കൊതുമ്പ് വള്ളം ഉണ്ടല്ലോ, അതിൽ ചെന്നിട്ടാണ് അതിനെ പ്രത്യേകമായി ഇതിനെ തള്ളി ഈ സമുദ്രത്തിന്റെ ചാനലിലേക്ക് അതിനെ കൊണ്ടുപോകുന്നത്. അതിന്റെ ചാനലിലേക്ക് കൊണ്ട് ഇറക്കിയാൽ പിന്നെ അത് ധൈര്യമായിട്ട് അങ്ങോട്ട് ഓടിക്കോളും. അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഓടും, മാനുവലായിട്ട് ഓടും. പക്ഷെ അത് ഇറങ്ങണമെങ്കിൽ ഒരു ചെറിയ കൊതുമ്പ് വള്ളം വേണം അങ്ങോട്ട് ഇറക്കാൻ. ഇങ്ങനെയാണ് ഡ്യൂട്ടി നിർവഹിക്കേണ്ടത്. നിർവഹിക്കണം നമ്മൾ, അല്ലാതെ എല്ലാ റബ്ബിനെ ഏൽപ്പിച്ച അവൻ ഇതിന്റെ പണിയില്ല. അതൊക്കെ നമ്മൾ ചെയ്യണം. അത് ചെയ്യുമ്പോ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. ഇത് നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ടല്ലേ വെള്ളിയാഴ്ചകളിൽ, വെള്ളിയാഴ്ചക്ക് മാത്രമുള്ള ആയത്തല്ല, വെള്ളിയാഴ്ച ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന, എല്ലാവരും വരുന്ന ദിവസമായത് കൊണ്ടാണ് അള്ളാഹു അങ്ങനെ സൂറത്തുൽ ജുമുഅയിൽ അത് ഉൾപ്പെടുത്തിയത്. എന്താ അള്ളാഹ് പറഞ്ഞത്? ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഉ إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. അല്ലാഹ് പറയുകയാണ്, ഓ വിശ്വാസികളെ, അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, ജുമുഅ ദിവസത്തിന്റെ ബാങ്ക് മുഴങ്ങി കേട്ടാൽ എന്ന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഫസ്ഉ ഇലാ ദിക്രില്ലാഹ്, കടയടക്കൂ, പള്ളിയിലേക്ക് പോകൂ. വദറുൽ ബൈഅ, പെട്ടെന്ന് ഷട്ടർ ഇട്ടോ, കടയുടെ ഷട്ടർ ഇട്ടോ, കട നിങ്ങൾ സീൽ ചെയ്തോ, എന്നിട്ട് പെട്ടെന്ന് പള്ളിയിലേക്ക് പോ. നിങ്ങൾക്ക് അതാണ് ബോധമുണ്ടെങ്കിൽ നല്ലത്. എന്നിട്ട് അല്ലാഹു വീണ്ടും പറയുകയാണ്, ഫഇദാ ഖുളിയത്തിസ് സ്വലാഹ്, നമസ്കാരം കഴിഞ്ഞാൽ, ആ നമസ്കാരം പൂർത്തീകരിച്ചാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഫന്തശിറൂ ഫിൽ അർളി, നിങ്ങൾ പെട്ടെന്ന് കടയിലേക്ക് ചെന്നിട്ട് കട തുറന്നോ. ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫളിലില്ലാഹ്, അല്ലാഹു എത്തിച്ചു തന്ന കച്ചവടക്കാർക്ക് നിങ്ങളുടെ സാധനങ്ങൾ, ചരക്കുകൾ വിറ്റിട്ട് നിങ്ങൾ പൈസ ഉണ്ടാക്കിക്കോ. എത്ര അർത്ഥവത്തായി അല്ലാഹു നമ്മളോട് പറഞ്ഞു. ബാങ്ക് വിളി കേൾക്കുമ്പോൾ, ആ ബാങ്ക് വിളിക്കുന്ന സമയത്ത് കടയടച്ചിട്ട് പള്ളിയിൽ പോകണം. എന്നിട്ട് ഉടനെ നിങ്ങൾ ആ കട അടച്ച നിങ്ങൾ വീണ്ടും നമസ്കാരം കഴിഞ്ഞിട്ട് കട തുറന്നിട്ട് നിങ്ങൾ വീണ്ടും അധ്വാനിക്കണമെന്ന് പഠിപ്പിച്ചതെന്താ? സഹോദരങ്ങളെ, അല്ലാഹു നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടിയാ അല്ലാഹു തന്നത്. അല്ലെങ്കിൽ പടച്ചവന് പറഞ്ഞൂടെ, നിങ്ങൾ ബാങ്ക് കേട്ടാൽ പള്ളിയിൽ നിങ്ങൾ ചെല്ല്, എന്നിട്ട് അവിടെ തന്നെ ഇഅ്തികാഫിരിക്ക്. അങ്ങനെ ഇഅ്തികാഫിരുന്നിട്ട് ഞാൻ നിങ്ങൾക്ക് തന്നോളാം തിന്നാൻ. ഇതല്ലല്ലോ അല്ലാഹ് പറഞ്ഞത്. നിസ്കാരം കഴിഞ്ഞാൽ ഫിത്ന പറയാതെ, ഫസാദ് പറയാതെ, ഫന്തശിറൂ ഫിൽ അർള്, പെട്ടെന്ന് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിക്കോ. എന്നിട്ട് വബ്തഗൂ മിൻ ഫളിലില്ലാഹ്, പെട്ടെന്ന് ചെന്ന് അലസനാകാതെ കടയിൽ ചെന്നിരിക്ക്. അല്ലാഹ് എത്ര കൃത്യമായി നമ്മളോട് പറഞ്ഞു, എത്ര കൃത്യമായി പറഞ്ഞു. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണം നടക്കുമ്പോ നമസ്കാരം കഴിഞ്ഞ് വലിയ ചില ആളുകൾ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ തസ്ബീഹുമായിട്ട് പള്ളിയിൽ ഇങ്ങനെ ഉലാത്തും. സുബഹി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് പോകും. കാരണം എന്താണ്? ജോലിക്ക് പോകണം, അതുപോലെ നാസ്ത കഴിക്കണം, അതിനോട് പെട്ടെന്ന് പോകും. ലൊഹർ കഴിഞ്ഞാലും പിന്നെ നിൽക്കൂല. കാരണം എന്താ? ചോറ് കഴിക്കണം, ചിലപ്പോ ജോലിയുടെ ഇടയിൽ നിന്ന് ഓടി വന്നതായിരിക്കും. അസർ കഴിഞ്ഞാലും നിൽക്കൂല, പെട്ടെന്ന് പോകും. കാരണം ചായ കുടിക്കണം, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി തീരാനുള്ള അവസ്ഥയിൽ നിന്ന് വന്നതാണ്. മഗ്രിബ് കഴിഞ്ഞാൽ ഈ 1 മണിക്കൂറും 20 മിനിറ്റും പള്ളി തന്നെ ഉണ്ടാവും. മഗ്രിബ് കഴിഞ്ഞ് പ്രത്യേകമായിട്ടൊന്നും ചെയ്യാനില്ല, എന്തായാലും വന്നതല്ലേ, ഇശായും കൂടെ കഴിഞ്ഞ് പോകാം എന്ന് പറഞ്ഞിട്ട് മഗ്രിബ് ഇശായിനിടയിൽ നമുക്ക് 1 മണിക്കൂറും 20 മിനിറ്റും കിട്ടും. മഗ്രിബ് എത്ര വലിയ സമയത്താണ് ബാങ്ക് വിളിച്ചാലും ഇശ ബാങ്ക് 1 മണിക്കൂറും 20 മിനിറ്റും കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഈ 1 മണിക്കൂർ 20 മിനിറ്റ് നമ്മുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് ആണ്. ആ സമയത്ത് നമ്മൾ പള്ളിയിലിരുന്ന്
ഇബാദത്തെടുക്ക്, നമസ്കരിക്ക്. പക്ഷേ പള്ളിയിലെ ഇമാമിനെ പിരിച്ചുവിടുന്ന കാര്യം തീരുമാനിക്കുന്നത് ഈ 1 മണിക്കൂറും 20 മിനിറ്റുമാണ്. നാട്ടിലെ മുഴുവൻ ഫിത്നയും ഫസാദും തുടങ്ങുന്നത് ഈ ഫിത്ന കമ്മിറ്റി ഒക്കെ. ഏത് പള്ളിയിൽ നോക്ക്, ഇവിടത്തെ പള്ളിയുടെ കാര്യമല്ല പറയുന്നത്, ഏത് പള്ളിയുടെ കാര്യം നോക്ക്, ഫിത്നയുടെ ഹോൾസെയിൽ ഡീലർമാരുടെ സംഗമ വേദിക ഈ 1 മണിക്കൂറും 20 മിനിറ്റുള്ള മഗ്‌രിബ് ഇശാഇനിടയിലായിരിക്കും. ഒരു സംശയ കാര്യത്തിൽ വേണ്ട, ഒരു സംശയം വേണ്ട. നാട്ടിലെ മുഴുവൻ കാര്യങ്ങളും അപ്പോഴാണ് ചർച്ച. എന്താ വിശുദ്ധ ഖുർആൻ? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ നമസ്കാരം കഴിഞ്ഞാൽ പള്ളിയിൽ വെറുതെ ഇരിക്കുന്നവനോട് വന്നിട്ട് ചോദിക്കും. ഉമർ തങ്ങൾ ചോദിക്കുന്നത് മുസാഫഹത്ത് ചെയ്ത് മുആനക്ക ചെയ്തിട്ട് നെഞ്ചത്തോട്ട് ചായ്ച്ച് കിടത്തിയിട്ട് തലോടിക്കൊണ്ടല്ല ചോദിക്കുന്നത്, വാളെടുത്ത് കഴുത്തിൽ വെച്ചിട്ട് ചോദിക്കും, എന്താണ് അവിടെ ഇരിക്കുന്നേ, നീ എന്താ അവിടെ ഇരിക്കുന്നത്? അത് നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരത്തിന് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുക. എന്താ ജോലി? അത് ഇന്ന ജോലിയാ. എന്താ പോവാത്തത്? എന്ന് പോയില്ല, പോടാ. പള്ളി നോട്ടിക്ക് ഉമർ റളിയല്ലാഹു അൻഹു പോയി അധ്വാനിച്ചിട്ട് പോടാ. ഉമർ തങ്ങൾ വ്യത്യസ്തമായ ഭരണം കാഴ്ചവെച്ച ആളാ. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹുവിന്റെ ഭരണം ഇന്ത്യയിൽ വേണമെന്ന് ഖലീഫ ഉമറിന്റെ ഭരണം ഇന്ത്യയിൽ വേണമെന്ന് ഗാന്ധിജി പറഞ്ഞത് അതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ്? വ്യത്യസ്തമായ ഭരണം. ബന്ധുക്കൾ അടുത്ത് താമസിക്കരുത്, ദൂരെ താമസിക്കണം. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ബന്ധം നിലനിൽക്കും. അടുത്ത് താമസിക്കരുത്. ഉമർ തങ്ങൾ കൃത്യമായിട്ട് അത് ഇടപെടൽ നടത്തിയിരുന്നു. ബന്ധുക്കൾ അടുത്ത് താമസിക്കാൻ പാടില്ല, ദൂരെ താമസിക്കണം എന്ന് ഉമർ റളിയല്ലാഹുവിന്റെ ആ ഭരണ പരിഷ്കാരങ്ങളിൽ ഉണ്ടായിരുന്നു. അതിലൊരു പരിഷ്കാരമാണ് നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ കിടക്കുന്നവനടുത്ത് എനിക്ക് പോടാന്ന് പറയുന്ന പരിഷ്കാരം. എന്തുകൊണ്ടാണ്? നീ പോയി അധ്വാനിക്കണം, മടിയനായിട്ടിരിക്കാൻ പാടില്ല. നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി, കട തുറക്കേണ്ടത് നമ്മുടെ ഡ്യൂട്ടിയാണ്. ആ സാധനങ്ങള് കട തുറന്നിട്ട് നമ്മളെന്നെ ഇരിക്കുക, സാധനങ്ങളൊക്കെ എന്തിനാ സാധനങ്ങളൊക്കെ? എന്റെ റബ്ബ് വിശാലമായ ഖജനാവിന്റെ ഉടമയല്ലേ, അതുകൊണ്ട് അള്ളാഹു നോക്കിക്കോളും. പറ്റൂല, കാശിറക്കിയിട്ട് സാധനങ്ങൾ വാങ്ങിയിടണം, എങ്കിലേ അത് ആളുകൾ വാങ്ങിക്കൊണ്ട് പോവുള്ളൂ. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി നമ്മൾ കൃത്യമായി ചെയ്യണം. അപ്പൊ തവക്കുൽ ഏൽപ്പിച്ചാൽ, അതുപോലെ ചില ആളുകൾ പറയും, എന്താണ്, എന്തെങ്കിലുമൊക്കെ പിന്നെ ശരീരത്തിന് ഹാനികരമാകുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പറയും, അള്ളാഹുവിന്റെ കയ്യിലല്ലേ, അത് അവൻ നോക്കിക്കോളും എന്ന് പറഞ്ഞാൽ, ട്രെയിനിന്റെ മുമ്പിൽ ചേറിപ്പാഞ്ഞു വരുന്ന എക്സ്പ്രസിന്റെ മുന്നിൽ ചാടി കയറിയിട്ട് എന്റെ റബ്ബിനെ ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞാൽ, നമ്മളെ റബ്ബിനെ അങ്ങോട്ട് ഏൽപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ, നിങ്ങളത് ആലോചിച്ച് നോക്ക്. നമ്മൾ പറയില്ല സ്റ്റിക്കറായി പോകുന്നു, അങ്ങനെയല്ല. ഇതിനെ പിന്നെ എവിടെന്ന പുറക്കിയെടുക്കുക? 4 ഭാഗത്തേക്ക് തെറിക്കും, വെള്ളം ചീറ്റും പോലെ. ഇത് ചെയ്യാൻ പാടില്ല. ഒരു ദിവസം മഹാനായ അബൂ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയാൻ, ഒരിക്കൽ മലയുടെ മുകളിൽ ഈസാ നബി ഇരിക്കാൻ. ഈസാ നബിക്ക് സർവ്വ ചരിത്രങ്ങളും അദ്ദേഹം പർവ്വതങ്ങളുമായി കേന്ദ്രീകരിച്ച് കിടക്കുക. ലബനാൻ പർവ്വതം, അങ്ങനെ പല പർവ്വതങ്ങളും. കാരണം എന്താണ്? ഈസാ നബിയുടെ കാര്യം എന്താ? അതാണ് നമ്മുടെ ഈ പിന്നെ മാതാപിതാക്കൾ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് മക്കളുടെ കാര്യം, അല്ലേ? മറിയം ബീവി ഈസാ നബിയെ ഗർഭം ധരിച്ചത് പർവ്വതത്തിന്റെ മുകളിൽ വെച്ച്, അല്ലേ? മലയുടെ മുകളിൽ വെച്ച്. അവിടെ നിന്നാണ് ഇറങ്ങി വന്ന് വെള്ളം കുടിച്ചത്, അവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. അതുകൊണ്ട് തന്നെ ഈസാ നബിയുടെ ചരിത്രം നിങ്ങൾ പരിശോധിച്ച് നോക്ക്, എല്ലാം മലയും പർവ്വതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. പർവ്വതത്തിന്റെ മുകളിൽ ഈസാ നബി ഇങ്ങനെ ധ്യാന നിമഗ്നനായി ആരാധനകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടെ കയറിപ്പറ്റി ആര്? ശൈത്താൻ. ഈസാ നബിയുടെ മുമ്പിലെത്തിയിട്ട് ശൈത്താൻ ചോദിച്ചു, അല്ല ഈസാ നബിയെ, ഒരു സംശയം ചോദിച്ചോട്ടോ, എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ വിധിയല്ലേ? എല്ലാം പടച്ചോന്റെ വിധിയല്ലേ? അതെ, അള്ളാഹു വിധിച്ചതല്ലാതെ ഒന്നുമില്ല. എന്നാലേ നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് എടുത്ത് താഴേക്ക് അങ്ങ് ചാട്, അത് അള്ളാന്റെ വിധിയല്ലേ? അങ്ങ് ചാടിയേക്ക്, റബ്ബ് വിധിച്ചതല്ലേ? അപ്പൊ നമ്മളാണെങ്കിൽ എന്ത് പറയും? ഒന്നുകിൽ നമ്മൾ മുട്ടുപറയ്ക്കും, ശരിയാണ്, ഞാൻ ഇപ്പോഴാണ് അത് ചിന്തിച്ചത്, എല്ലാം റബ്ബിന്റെ വിധിയല്ലേ. അങ്ങനെയാണ് പലരും പല ആശയങ്ങളിലേക്ക് പോകുന്നത്. ആരെങ്കിലും എവിടെയെങ്കിലും ഊതി കൊടുക്കുക, എന്നാ വിവരമുള്ളവരോട് ചോദിക്കൂ, അതില്ല. വിവരമുള്ളവരോട് ചോദിക്കൂ, അതില്ല. അപ്പൊ അങ്ങനെയാണ് ജനങ്ങൾ പിഴച്ചു പോകുന്നത്. ഈ ഈസാ നബി അലൈഹിസ്സലാം എന്ത് ചെയ്തു? ശൈത്താനോട് പറഞ്ഞു, എടാ ശൈത്താനെ, അള്ളാഹ്ക്ക് നമ്മളെ പരീക്ഷിക്കാം, പക്ഷെ നമ്മൾ പടച്ചോനെ പരീക്ഷിക്കാൻ നിൽക്കരുത് കേട്ടാ. ചാടിയാൽ എന്റെ റബ്ബിന്റെ വിധിയാണെന്ന് പറഞ്ഞ് ഞാൻ ചാടരുത്. അത് റബ്ബിനെ പരീക്ഷിക്കുന്നതാണ്. റബ്ബിന് നമ്മളെ പരീക്ഷിക്കാം, ഒരിക്കലും നമ്മൾ റബ്ബിനെ പരീക്ഷിക്കാൻ പാടില്ല. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. ഞാൻ എന്റെ വിഷയത്തിന്റെ അടുത്ത ഭാഗത്തേക്ക് വരികയാണ്. ഇബ്രാഹിമുൽ ഖവ്വാസ് റളിയല്ലാഹു തആല അൻഹു എന്ന സാത്വികനായ സൂഫിയായ ഒരു മനുഷ്യൻ, അയാളുടെ യാത്രയ്ക്ക് ഒരുങ്ങിയപ്പോൾ അയാൾ ബന്ധുക്കളടുത്ത് പറഞ്ഞു, എനിക്കൊരു സൂചിയും വേണം, ഒരു നൂലും വേണം, ഒരു ചെറിയ പാത്രവും വേണം.
അപ്പൊ ശിഷ്യന്മാരിൽ ഒരാൾ ചോദിച്ചു, എന്തിനാ സൂചിയും നൂലും പാത്രമായിട്ടൊക്കെ ഇറങ്ങുന്നത്? നിങ്ങൾ വലിയ മുത്തവക്കിലല്ലേ, അള്ളാഹുവിനെ ഏൽപ്പിച്ചാ പോരെ, ഇതൊക്കെ റബ്ബ് തരൂലേ, അല്ലെങ്കിൽ റബ്ബിന്റെ ഇടപെടലല്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്തിനാണെന്നറിയോ, ഞാൻ സൂചിയും നൂലും വാങ്ങിയത് എന്തിനെന്നറിയോ, ഞാൻ നമസ്കാരത്തിന് വേണ്ടി ധരിക്കുന്ന കുപ്പായം, ഈ കുപ്പായം കീറിപ്പോയാൽ, അത് നശിച്ചു പോയാൽ അതിനെ തുന്നിച്ചേർക്കാൻ എന്റെ കയ്യിൽ ഒരു സൂചി വേണം, ഒരു നൂല് വേണം. ആ സൂചിയും നൂലും ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എന്റെ വസ്ത്രത്തെ ശരിയാക്കുന്നു, എന്നിട്ട് ഞാൻ നമസ്കരിക്കുന്നു. വുളൂ ചെയ്യാൻ, ശൗച്യം ചെയ്യാൻ ഒരു പാത്രവും എന്റെ കയ്യിൽ വേണം, ഇതെന്റെ കയ്യിൽ വേണം. ഇതില്ലാത്ത ഷെയ്ഖ് ചില ആളുകൾ ചോദിച്ചാൽ വലിയ ഷെയ്ഖാണെന്ന് പറയും, പള്ളിയിൽ കയറൂല, നിസ്കരിക്കാന്ന് വെച്ചാൽ പറയും, ഞാൻ അസറിന് ബൈത്തുൽ മുഖദ്ദസിലായിരുന്നു, മഗ്രിബിന് ഇൻഷാ അല്ലാഹ് മക്കയിലായിരിക്കും, ഇന്നലെ ഈ സമയത്ത് ഞാൻ മദീനയിലായിരുന്നു പറയും. ഇയാൾ ഈ സമയം പരിശോധിച്ചാൽ മൊത്തം കള്ളിച്ചാപ്പിന്റെ മുമ്പിലായിരിക്കും. അങ്ങനെയുള്ള ഷെയ്ഖന്മാരുണ്ട്. അപ്പോ ഒരു ഷെയ്ഖ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പാത്രവും ഒരു സൂചിയും ഒരു നൂലും ഇല്ലെങ്കിൽ അയാളെ നിങ്ങൾ സംശയിക്കണം അയാളുടെ നിസ്കാരത്തിൽ. കാരണം എന്താ, സൂഫിയാക്കൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, ആകെ ഇട്ടിരിക്കുന്ന ഒരു വസ്ത്രം മാത്രമേ കാണുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവൂല. അപ്പൊ ഈ വസ്ത്രം ഒന്ന് കീറിപ്പോയാൽ എന്ത് ചെയ്യും? ഔറത്ത് മറയ്ക്കാതെ നിസ്കരിക്കാൻ പറ്റുമോ? അപ്പോ അങ്ങനെ സൂചിയും നൂലും ഇല്ല, അല്ലെങ്കിൽ ഇയാൾക്ക് വെള്ളമില്ലാത്ത, അല്ലെങ്കിൽ വെള്ളം ഉപയോഗിച്ച് വെള്ളം എടുത്ത് കോരി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നാട്ടിലെത്തും. അപ്പൊ ഇയാൾ എങ്ങനെ നിസ്കരിക്കുക? അപ്പൊ അങ്ങനെയുള്ള ശൈഖന്മാരുടെ നിസ്കാരത്തിൽ നിങ്ങൾ സംശയിക്കണമെന്ന് പറഞ്ഞു. ഏതോ ആയിക്കോട്ടെ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, അള്ളാഹു ചെയ്യേണ്ട കാര്യങ്ങൾ പടച്ചവൻ തന്നെ ചെയ്യും. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് മുത്തവക്കിലായ അള്ളാഹുവിനെ പരമേൽപ്പിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന നേട്ടങ്ങൾ എന്താണെന്നറിയോ? 1, 2, 3 നേട്ടങ്ങൾ ഇൻഷാ അല്ലാഹ് പറയാം. അപ്പോഴേക്കും നമ്മുടെ സമയാവും. എന്തായിരുന്നാലും അൽഹംദുലില്ലാ, നമ്മുടെ ഈ സദസ്സിൽ പിരിവില്ല അല്ലേ? പിരിവുണ്ടായില്ലേ? തീരുമാനിച്ചില്ല, ഉണ്ടാ? അങ്ങനെയല്ല, എന്തെങ്കിലും ആവശ്യമുണ്ടോ? അത് ആലോചിച്ചിട്ട് പറയും. അപ്പൊ ഏതായിരുന്നാലും 2 മണിക്കൂർ ഇതുപോലുള്ള വേദികളിൽ നമുക്ക് പ്രസംഗിക്കാൻ കിട്ടുമ്പോ പിരിവില്ലെങ്കിൽ അൽഹംദുലില്ലാ നല്ലതുപോലെ പ്രസംഗിക്കാൻ പറ്റും. നിങ്ങൾ കേട്ടോളി, ഒരു ഭരമേൽപ്പിക്കുന്ന മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന സമ്മാനങ്ങളിൽ ഒന്ന്, നമ്മൾ അള്ളാഹുവിനെ ഭരമേൽപ്പിച്ചാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് ബാക്കി റബ്ബിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് തരുന്ന സമ്മാനം എന്തെന്നറിയോ? ഒന്നാമത്തെ സമ്മാനം അള്ളാഹു തരുന്നത് സമാധാനമാണ്. സമാധാനമാണ്. നിങ്ങൾക്കറിയില്ലേ, മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഇസ്രായേലിലെ ജനതയെയും പിടിച്ചുകൊണ്ട് പോകുമ്പോ അവരവസാനം ചെന്നെത്തിയത് നൈലിന്റെ തീരത്താ. ചെങ്കടലിന്റെ മുമ്പിൽ എത്തപ്പെട്ടപ്പോൾ അവിടത്തെ വിശ്വാസികളായ ഈ മുസ്ലിം മോമിനീങ്ങളായി മൂസാ നബിയോടൊപ്പം കൂടിയ ആളുകൾ മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്തെന്നറിയോ? വൽ ബഹറു അമാമനാ വൽ അദുവു വറാഅനാ. മൂസാ നബിയെ, നിങ്ങളെന്തായി കാണിച്ചത്? നിങ്ങൾ കുഴപ്പിച്ചല്ലോ ഞങ്ങളെ. കാരണം പിന്നിൽ ശത്രുക്കളാണ്, മുന്നിൽ അലറി വിളിക്കുന്ന തിരമാലകളാ. ഞങ്ങൾ എങ്ങോട്ട് പോകാം? മുന്നിലോട്ട് ചാടിയാലെ കടലാണ്, പിന്നിൽ ഇവിടെ നിന്നാലോ ശത്രുക്കളുടെ വാളിനിരയാകും. ഞങ്ങൾ എന്ത് ചെയ്യാനാ? ആ സമയത്താണ് അള്ളാഹുവിന്റെ പ്രവാചകനെ മൂസാ നബിയോട് അള്ളാഹു പറഞ്ഞത് എന്തെന്നറിയോ? എല്ലാ റബ്ബിനെ ഏൽപ്പിച്ചോ, അള്ളാഹുവിനെ മുഴുവനും നിങ്ങൾ ഏൽപ്പിച്ചോ. ഇവിടെ പ്രതിസന്ധിയുടെ ഘട്ടമാണ്, ഇവിടെ വിഷമത്തിന്റെ ഘട്ടമാണ്, ഇവിടെ വ്യസനത്തിന്റെ ഘട്ടമാണ്. ഈ സമയത്ത് എന്താ നമ്മൾ ചെയ്യേണ്ടത്? മുന്നിൽ അലറി വിളിക്കുന്ന ചെങ്കടലാണ്, പുറകിലോ ശത്രുക്കൾ. ഇങ്ങനെ ശത്രുക്കള് പോരാട്ടത്തിന് വേണ്ടിയിട്ട്, നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവര് കൃത്യമായി തീരുമാനമെടുത്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാ. എന്താ നമ്മൾ ചെയ്യുക? ആ സമയത്താണ് മൂസാ നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞത് എന്തെന്നറിയോ? എല്ലാ റബ്ബിനെ ഏൽപ്പിക്കുക. എന്നിട്ടോ റബ്ബ് തരുന്ന സമ്മാനം എന്താ? കല്ലാ ഖാല കല്ലാ ഇന്ന മഇയ റബ്ബി സയഹ്ദീ. എന്തിനാ നിങ്ങൾ വിഷമിക്കുന്നത്? എന്റെ റബ്ബ് വഴി കാണിച്ചു തരും. നിമിഷങ്ങൾ ബാക്കിയാണ്. പടയെടുത്ത് വരുന്ന ഫിർഔനിന്റെ കൂട്ടര് ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ അവരെ പിടിച്ചു വിഴുങ്ങാൻ വേണ്ടി വരുന്നു. മുന്നിലോ
കടലിന്റെ തിരമാലകൾ ആർത്തിരമ്പി വരുന്നു. എങ്ങനെയാ രക്ഷപ്പെടുക? നിമിഷങ്ങൾ മാത്രം ബാക്കി. എന്തേ മൂസ ഞങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾ അള്ളാഹുവിനെ ഏൽപ്പിക്കും മക്കളെ. കല്ല, നിങ്ങൾ പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ. ഇന്ന മഅയ റബ്ബീ സയഹ്ദീ, എന്റെ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരും. എന്റെ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരും. എന്റെ അള്ളാഹു എനിക്ക് വഴി കാണിച്ചു തരും. ആ സമയത്ത് അള്ളാഹു ഇടപെട്ടു. മൂസ നബിയെ, നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? കയ്യിലിരിക്കുന്ന വടി കൊണ്ട് നിങ്ങൾ ആ ചെങ്കടലിലൊന്ന് അടിക്കുമോ? ചെങ്കടലിലൊന്ന് അടിക്കുമോ? അങ്ങനെ മഹാനായ മൂസാ നബി അടിച്ചപ്പോഴാണ് 12 പാതകൾ ഒരുങ്ങിയത്. 12 പാതകൾ ഒരുങ്ങി. ഒന്ന് ചിന്തിച്ചു നോക്ക്. മൂസാ നബി അലൈഹിസ്സലാമിനും പരിവാരങ്ങൾക്കും പോകാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല വഴിയൊരുക്കി കൊടുത്തു. അല്ലാഹു വഴിയൊരുക്കി കൊടുത്തു. അങ്ങനെ മൂസാ നബിയും പരിവാരങ്ങളും അവസാനത്തെ ആളും കടലിലിറങ്ങി. കൃത്യമായി അല്ലാഹു നല്ല പാതയാക്കി കൊടുത്തു. ആ പാതയിലേക്ക് ഇറങ്ങി അവരിൽ അവസാനയാളും അങ്ങോട്ട് കയറിയെന്ന് ബോധ്യപ്പെട്ട് ഫിർഔനിന്റെയും അതിന്റെ പ്രവർത്തകരും അവസാനത്തെ ആളും കടലിലിറങ്ങിയെന്ന് അള്ളാഹുവിന് ബോധ്യപ്പെട്ടപ്പോ അള്ളാഹു പഴയതുപോലെയാക്കി. അപ്പോഴാണ് ഫിർഔനും കൂട്ടരും മുങ്ങിച്ചത്തത്. മൂസാ നബിയും പരിവാരവും രക്ഷപ്പെട്ടത്. എന്തുകൊണ്ടാണ്? അള്ളാഹു സമാധാനം കൊടുത്തു. ആളുകൾ 100 ഒട്ടകം ഇനാം പ്രഖ്യാപിച്ചു. ആരെങ്കിലും മുഹമ്മദിനെയും സിദ്ദീഖിനെയും ജീവനോടെയാണെങ്കിൽ അങ്ങനെ, കൊന്നിട്ടാണെങ്കിൽ അങ്ങനെ, ആ ശിരസോ അല്ലെങ്കിൽ ജീവനോടെയോ ഞങ്ങളുടെ മുന്നിൽ ഹാജരാക്കുന്നവർക്ക് 100 ഒട്ടകം ഇനാം പ്രഖ്യാപിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കേ. 100 ഒട്ടകം എന്ന് പറഞ്ഞാൽ അന്ന് അവിടുത്തെ പ്രഭുക്കന്മാർക്കും അന്നത്തെ അറബികളിൽ പ്രധാനികൾക്കും മാത്രമേ ഒട്ടകമുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ അങ്ങ് അറ്റം പോയാൽ ഒരു കുതിര, അത്രയൊക്കെ തന്നെ. ഇന്നൊരു ഒട്ടകം ഉണ്ടെന്നോ, ഇന്നൊരു മെഴ്സിഡൻസ് ബെൻസോ അല്ലെങ്കിൽ BMW അല്ലെങ്കിൽ ഓഡിയോ അല്ലെങ്കിൽ അതിലപ്പുറത്തേക്ക് വില കൂടിയ കോടാനകോടി രൂപ വിലയുള്ള ഏതെങ്കിലും വാഹനങ്ങളോ ഇന്നൊരാൾക്ക് ഉണ്ട് എന്ന് പറയുന്നത് പോലെയാണ് അന്ന് ഒരു അറബിക്ക് ഒട്ടകമുണ്ടെന്ന് പറയുന്നത്. ഇത് സാധാരണ ഇന്നോവ അല്ലെങ്കിൽ ഫോർച്യൂണറൊക്കെ ഉള്ള ആളുകൾ പോലെയാണ് അന്നത്തെ കുതിരകളുള്ളവര്. പിന്നെ ലോക്കൽ ഓട്ടോറിക്ഷ അല്ലെങ്കിൽ ഒരു ചെറിയ അംബാസിഡർ, ഒരു ചെറിയ മാരുതിയൊക്കെ ഉള്ള ആളുകളാണ് അന്നത്തെ കഴുതയുള്ളവര്. അതാണ് അന്നത്തെ ശൈലി. അപ്പോ 100 ഒട്ടകം തരും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇന്ന് നമ്മളടുത്ത് പറയാണ് 100 മെഴ്സിഡൻസ് ബെൻസ് നമുക്ക് തരാം, അല്ലെങ്കിൽ 100 വില കൂടിയ കോടികൾ വിലയുള്ള 100 വാഹനം നിങ്ങൾക്ക് തരും. ഒരാളെ പിടിച്ചോണ്ട് വരാൻ ഒരാളല്ല, സ്വന്തം വാപ്പ ആണെങ്കിലും ഉറക്കത്തിൽ പായയിൽ പൊതിഞ്ഞ് നമ്മൾ കൊണ്ട് കൊടുക്കും. 100 വണ്ടി കിട്ടിയ പിന്നെ വേറെന്താ? പിന്നെ വാപ്പ പിന്നെ സോപ്പിട്ട് ഒരു വണ്ടി കൊടുത്താൽ വാപ്പ പൊരുത്തപ്പെടുകയും ചെയ്യും. ഇതല്ലേ നമുക്ക് യാതൊരു നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആരോടും നമുക്കൊരു അനുകമ്പയില്ല. പണത്തിന് വേണ്ടി മനുഷ്യൻ ജീവിക്കുക, പറ്റിക്കാൻ. ഈ പറ്റിപ്പന്മാരും ചതിയന്മാരും തന്ത്രശാലികളും സൂത്രശാലികളും ഇവരുടെ പ്രത്യേകത എന്തെന്നറിയോ? ചോദിക്കണ്ടായിരുന്നു. ഈ തന്ത്രശാലികളുടെ ജോലി എന്തെന്നറിയോ? അവരുടെയൊക്കെ യഥാർത്ഥ അവരുടെ ഈ തട്ടിപ്പിന്റെ ആകെ തുക എന്ന് പറയുന്നത് എന്തിനും അല്ലാഹു ഇൻഷാ അല്ലാഹ്, അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്, അല്ലാഹ് തരും, എനിക്ക് എന്റെ റബ്ബുണ്ട്, ഇങ്ങനെ പറയുന്നവരെ ഒന്ന് സൂക്ഷിച്ചേക്കണം. കാരണം തട്ടിപ്പിന് വേണ്ടി പറയുന്നവരായിരിക്കും ഒരു 90%. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നിമിഷം ചിന്തിക്കും. 100 ഒട്ടകം നിങ്ങൾക്ക് തരാം, നിങ്ങൾ എന്തു വേണം? മുഹമ്മദിനെ കൊണ്ടുവാ എന്ന് പറഞ്ഞപ്പോൾ അബൂലഹബിന്റെ വാക്ക് കേട്ട് നാടിന്റെ നാനാഭാഗങ്ങളിൽ അവിടുത്തെ ജനങ്ങൾ ഓടി, പർവ്വതങ്ങളിൽ കയറി. അവസാനം 3.5 മണിക്കൂർ ഇന്ന് യാത്ര ചെയ്താൽ മാത്രം എത്തിച്ചേരുന്ന, നിലത്ത് നിന്ന് ഹൈവേയിൽ നിന്ന് 3.5 മണിക്കൂർ യാത്ര ചെയ്താൽ ഇന്ന് എത്തിച്ചേരുന്ന, അന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല, ഇന്ന് എത്തിച്ചേരുന്ന സൗറുമല. ആ സൗറമല, സൗറെന്ന് പറഞ്ഞാൽ കാള എന്നല്ലേ അർത്ഥം. താഴെ നിന്ന് നോക്കിയാൽ ഒരു കാളക്കുട്ടി കിടക്കുന്നത് പോലെയാണ് അതിന്റെ കാഴ്ച എന്നാണ്. ജബലുന്നൂർ എവിടെയാണ്? മക്കയിൽ നിന്ന് 5 കിലോമീറ്റർ അപ്പുറത്ത്. ഇന്ന് ആരോഗ്യമുള്ളവൻ 1.25 മണിക്കൂർ യാത്ര ചെയ്താൽ മുകളിലെത്തും. ജബലുന്നൂർ, പ്രകാശിക്കുന്ന പർവ്വതം. അത് കാണണമെങ്കിൽ മഗ്രിബിന് ശേഷം ആ പാറയിൽ ഒന്ന് കയറണം, പർവ്വതത്തിൽ ഒന്ന് കയറണം. പർവ്വതത്തിൽ മഗ്രിബിന് ശേഷം ഒന്ന് കയറണം. അപ്പോഴറിയാം ആ പേര് അന്വർത്ഥമാണോ ഇല്ലയോ എന്ന്. ആ പ്രകാശം തന്നെ ആ സഹോദരങ്ങളെ ജബലുൽ ഖുർആൻ ഇറങ്ങിയ പർവ്വതത്തിൽ പിന്നെ പ്രകാശം ഉണ്ടാകാതിരിക്കുമോ? അപ്പോൾ
ആ പരിശുദ്ധമായ സൗറുമലയുടെ ഉള്ളിൽ, ആ സൗറുമലയുടെ മുകളിലെ ഒരു ഗുഹയിൽ അള്ളാഹുവിന്റെ ഹബീബ് സിദ്ദീഖുകളും ഒളിച്ചിരിക്കുന്നു നമുക്കറിയുമല്ലോ. വർഷങ്ങൾക്ക് മുമ്പ് ഈ ചേലയിൽ മുസ്ലിം ജമാഅത്തിന്റെ തൊട്ടുമുമ്പിൽ ജമാഅത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ജനനം മുതൽ മരണം വരെ ഹ്രസ്വമായ നിലയിൽ ഒരു പ്രഭാഷണം നടത്തി ഞാൻ ഓർക്കുന്നുണ്ട്. സഹോദരങ്ങളെ, സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നോക്കുമ്പോൾ ആളുകൾ ഇങ്ങനെ പാറപ്പുറത്ത് കയറി നിൽക്കുകയാണ്. നബി തങ്ങളെയും സിദ്ദീഖിനെയും നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ സിദ്ദീഖ് തങ്ങള് അള്ളാന്റെ റസൂലിനോട് ചോദിച്ചു, നബിയെ, അവര് താഴോട്ട് നോക്കിയ നമ്മളെ കാണൂലേ? അപ്പോഴാണ് നബി തങ്ങൾ പതുക്കെ കാതിൽ പറഞ്ഞു, എന്തിനാ നീ വിഷമിക്കുന്നത്? ഭയപ്പെടരുത്, നീ എന്തിനു ഭയപ്പെടണം? അള്ളാഹു വഴി കാണിക്കും എന്ന് പറഞ്ഞു. അള്ളാഹു വഴി കാണിച്ചു രക്ഷപ്പെടുത്തി, മനസ്സിന് സമാധാനം കൊടുത്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മനസ്സിന് സമാധാനം കിട്ടി. അള്ളാഹു സമാധാനം കൊടുത്തു. എന്താ കാരണം? വേറെ ഒന്നുമല്ല, അല്ലാഹ് ഉണ്ട്. എന്തിനാ? മൂന്നാമതായിട്ട് നമ്മൾ രണ്ടുമുള്ള ഈ സ്ഥലത്ത് മൂന്നാമൻ അല്ലാഹ് ഇല്ലേ? എന്തിനാ സിദ്ദീഖെ പേടിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ മനസ്സിന് കുളിരായി, സമാധാനമായി. അപ്പൊ റബ്ബിനെ ഏൽപ്പിച്ചപ്പോ സമാധാനം കിട്ടി. ഞാൻ വിശദീകരിക്കുന്നില്ല. 10 മണിക്ക് നമുക്ക് 10 മണിക്ക് മുമ്പ് നിർത്തണം, കാരണം കർഫ്യൂ ആണ്. നിങ്ങൾ നോക്ക്, രണ്ടാമതായി നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ്? അല്ലെങ്കിൽ നമുക്ക് രണ്ടാമതായി കിട്ടുന്ന ആ ഒരു സമ്മാനം എന്താണ്? ശക്തിയാണ്. നമ്മളെ തവക്കുൽ ചെയ്താൽ അള്ളാഹു തരുന്നത് ശക്തിയാണ്. എങ്ങനെ? അഹ്സാബ് എന്ന പേരുള്ള ഒരു അധ്യായമുണ്ടല്ലോ, അതിന്റെ അർത്ഥം സഖ്യകക്ഷികളെന്നാണ്. എല്ലാ സഖ്യകക്ഷികളും, എല്ലാ ജൂതന്മാരുടെ സഖ്യകക്ഷികളും, എല്ലാ ജമാഅത്തും കൂടി അള്ളാഹുവിന്റെ ഹബീബിനെയും ഹബീബായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട സഹാബത്തിനും എതിരായി വന്നു. ആ സമയത്ത് അഹ്സാബ് യുദ്ധം എന്ന യുദ്ധം നടക്കുകയാ. ആ സമയത്താണ് അള്ളാഹു വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഇറക്കുന്നത്. വലമ്മാ റഅൽ മുഅ്മിനൂനൽ അഹ്സാബ് ഖാലൂ മാ വഅദനല്ലാഹു വറസൂലുഹു വസദഖല്ലാഹു വറസൂലുഹു വമാ സാദഹും ഇല്ലാ ഈമാനൻ വതസ്ലീമാ. സഹോദരങ്ങളെ, മുഅ്മിനീങ്ങൾ ഈ അഹ്സാബിനെ കണ്ടപ്പോൾ എല്ലാ സഖ്യകക്ഷികളും അങ്ങ് കൂടി. അങ്ങനെയാണല്ലോ ഇസ്ലാമിനെതിരെ വരുന്നത്. എല്ലാ ചെറു പാർട്ടികളും കൂടി അങ്ങ് ഒന്നിക്കും, എല്ലാ സംഘടനയും അങ്ങ് ഒന്നിക്കും, ഇസ്ലാമിനെതിരെ കടിച്ചു കീറാൻ വേണ്ടി വരും. അങ്ങനെ വന്നപ്പോൾ അവര് പറഞ്ഞു, മാ വഅദനല്ലാഹു വറസൂലുഹു, ഇതെന്റെ അല്ലാഹുവും റസൂലും പറഞ്ഞതാണിത്. എങ്ങനെ? വസദഖല്ലാഹു വറസൂലുഹു, അല്ലാഹുവും റസൂലും പറയുന്നത് സത്യമാണ്. എന്താ അല്ലാഹുവും റസൂലും പറഞ്ഞത്? എല്ലാവരും നിങ്ങളെ കടിച്ചു കീറാൻ വരുമെന്ന് ഈ കൂട്ടത്തെ കണ്ടപ്പോൾ അവർക്ക് ഈമാനും തസ്ലീമും അല്ലാഹു കൂട്ടിക്കൊടുത്തു. ശത്രുക്കളെ കണ്ടപ്പോഴൊക്കെ അവർക്ക് ഈമാൻ കൂടെ ചെയ്തത്. നമ്മുടെ ഈമാൻ ആകെ ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? ശത്രുക്കൾ നമുക്കെതിരെ തിരിയുന്നു, നമുക്കെതിരെ ആളുകൾ കൂടുന്നു. നമ്മൾ ന്യൂനപക്ഷമാണ്, ഭൂരിപക്ഷം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് കാണുമ്പോ നമുക്കുണ്ടാക്കേണ്ടത് എന്താണ്? ഈമാൻ കൂടണം. നമ്മുടെ ഈമാൻ ചോർന്നു പോകാൻ പാടില്ല. അതുകൊണ്ട് ശക്തി അള്ളാഹു നമുക്ക് തരുന്നു. പിന്നെ അള്ളാഹു നമുക്ക് തരുന്നത് പ്രതാപമാണ്, ഇസ്സത്താണ്, അന്തസ്സാണ്. നമ്മൾ അള്ളാഹുവിനെ ബരമേൽപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹ് നമുക്ക് തരുന്നത് ഇസ്സത്താണ്, പ്രതാപമാണ്, അന്തസ്സാണ്. നമുക്ക് അള്ളാഹു തരുന്നത് ആഭിജാത്യമാണ്. അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു പവറായി നമുക്ക് വെക്കാൻ കഴിയും.